ഹായ് ഓൾ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്യൂമർ ഡിമാൻഡ് തിയറിയിലെ ഓർഡിനറി യൂട്ടിലിറ്റി അപ്രോച്ചിനെ കുറിച്ചാണ്. അതായത് ഇൻഡിഫറൻസ് കർവ് അനാലിസിസിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്താണ് ഇൻഡിഫറൻസ് കർവ്, അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവിലെ മേജർ അസംഷൻസ് എന്തൊക്കെയാണ്, ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്താണ്, ഇത്രയും കാര്യങ്ങളായിരിക്കും ഈ പർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഓൾറെഡി കാർഡ് യൂട്ടിലിറ്റി അനാലിസിസിന്റെ വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അപ്പൊ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. ഇതുപോലെയുള്ള എക്കണോമിക്സിലെ മേജർ ടോപ്പിക്കുകളുടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമുക്ക് ഉണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിന്റെ കോച്ചിങ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് ഒരു യൂട്ടിലിറ്റി അനാലിസിസിനെ ഒരു ക്വാളിറ്റേറ്റീവ്ലി പരിഗണിക്കുകയാണ് ഈ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചിൽ അല്ലെങ്കിൽ ഓർഡിനറി യൂട്ടിലിറ്റി അപ്രോച്ചിൽ നമ്മൾ കാണുക. നമുക്കറിയാം കാർഡ് യൂട്ടിലിറ്റി അനാലിസിസിൽ നമ്മൾ ഫോക്കസ് കൊടുത്തിരുന്നത് യൂട്ടിലിറ്റിനെ നമ്മളൊരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് ആയിട്ടായിരുന്നു പരിഗണിച്ചിരുന്നത്. അതായത് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസംഷൻ കാർഡ് യൂട്ടിലിറ്റിയിൽ. ഓർഡിനറി യൂട്ടിലിറ്റിയിലേക്ക് വരുമ്പോൾ ഈ കാർഡ് യൂട്ടിലിറ്റി അനാലിസിസിൽ ഉണ്ടായിരുന്ന ഈ ഒരു പോരായ്മ, അതായത് ഒരു സബ്ജക്റ്റീവ് മെഷർ ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റിനെ ഒരു ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യുന്നതിലുണ്ടായിരുന്ന പോരായ്മകളെ അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് അല്ലെങ്കിൽ ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസ് വരിക. അപ്പൊ ഈ ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസിൽ നമ്മൾ മേജർ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് യൂട്ടിലിറ്റിനെ നമുക്ക് ഒരിക്കലും ബൈ നമ്പർ അല്ലെങ്കിൽ ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ സാധിക്കില്ല. അതൊരു സബ്ജക്റ്റീവ് കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെ ഒന്നെങ്കിൽ റാങ്ക് ചെയ്യാം അല്ലെങ്കിൽ ഓർഡർ ചെയ്യാം. റാങ്കിങ് അല്ലെങ്കിൽ ഓർഡറിങ്ങിനാണ് ഈ ഒരു പർട്ടിക്കുലർ തിയറിയിൽ പ്രാധാന്യം കൊടുക്കുക. അപ്പൊ ഇതിന്റെ മേജർ പ്രൊപ്പോണ്ടേഴ്സ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത് ഹിഗ്സ് ആൻഡ് ഹലനെയാണ്. ഹിഗ്സ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ നമ്മൾ കണ്ടതാ. ഈ ഓർഡിനറി യൂട്ടിലിറ്റി അപ്രോച്ചിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡിഫറൻസ് കർവ് അനാലിസിസിന്റെ മേജർ പ്രൊപ്പോണ്ടേഴ്സ് എന്ന് പറയുന്നത് മോഡേൺ എക്കണോമിക്സുകളാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഹിഗ്സ് ആൻഡ് ഹലനെയാണ് നമ്മൾ ഇതിന്റെ മേജർ പ്രൊപ്പോണ്ടേഴ്സ് ആയിട്ട് പരിഗണിക്കാം. The Higgs and Helen criticized Marshall Cardano utility analysis and put forward another approach to explain consumer behavior based on ordinary utility approach. This approach is known as indifference curve approach. അപ്പം ഈ ഒരു ഓർഡിനറി അപ്രോച്ച് അല്ലെങ്കിൽ ഓർഡറിങ്ങിനെ യൂട്ടിലിറ്റിനെ ഒരു ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ സാധിക്കില്ല, അതിനെ ഒന്നെങ്കിൽ റാങ്ക് ചെയ്യാം അല്ലെങ്കിൽ ഓർഡർ ചെയ്യാന്നുള്ള കോൺസെപ്റ്റ് ആണ് ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരു ആപ്പിൾ കഴിക്കുന്നു, ആ ആപ്പിള് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് 8 യൂട്ടിൽസ് കിട്ടിയെന്ന് പറയുന്നവരാണ് കാർഡ് യൂട്ടിലിറ്റി അനാലിസിസുകാര്. പക്ഷെ ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസിൽ പറയുന്നത് എനിക്കൊരു ആപ്പിൾ കഴിച്ചു, ഞാൻ ഒരു ഓറഞ്ച് കഴിച്ചു, അപ്പൊ ഇതിൽ ആപ്പിൾ കഴിച്ചപ്പോഴാണ് എനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. അവിടെ എന്താ ഒരു ഓർഡറിങ് മാത്രമാണ് നടക്കുന്നത്, ഒരു ന്യൂമറിക്കൽ മെഷർമെന്റ് നടക്കുന്നില്ല. ഇതിനെയാണ് ഓർഡിനറി യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയാം. അപ്പൊ ഈ ഓർഡിനറി യൂട്ടിലിറ്റി അപ്രോച്ചിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫീച്ചർ ആണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഈ ഇൻഡിഫറൻസ് കർവ് എന്താണ്, ഇൻഡിഫറൻസ് കർവിന്റെ മേജർ അസംഷൻസ് എന്തൊക്കെയാണെന്നാണ്. അപ്പൊ ഇവിടെ നോക്കുക, ഈ ഹിഗ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഈ വാല്യൂ ആൻഡ് ക്യാപിറ്റൽ. 1939 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് വാല്യൂ ആൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പല എക്സാംസിന് നിങ്ങളോട് ചോദിക്കാറുണ്ട് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനൊക്കെ. അതുപോലെ തന്നെ മാത്സ് ഫോളോയിങ്ങിൽ ഇതിന്റെ ബുക്കിന്റെ റൈറ്ററുമായിട്ട് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ആ ഒരു പെർസ്പെക്റ്റീവില് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വാല്യൂ ആൻഡ് ക്യാപിറ്റൽ ഹിഗ്സിന്റെ ആണ്. 1939 ഈ ഒരു പർട്ടിക്കുലർ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ വർക്കിലാണ് ഹിഗ്സ് കൂടുതലും ഈ ഇൻഡിഫറൻസ് കർവിന്റെ ഏറ്റവും മോഡിഫൈഡ് വേർഷനെ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് നോക്കാം. An indifference curve shows the combination of two goods that give a consumer equal satisfaction, thereby making the consumer indifferent. It means all the combination on the same indifference curve are equally preferred. അപ്പം ഒരു ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത് എന്താ, ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ്. രണ്ട് ഗുഡുകളുടെ കോമ്പിനേഷനെയാണ് എവിടെ കാണിക്കുന്നത്, ഇൻഡിഫറൻസ് കർവിൽ കാണിക്കുന്നത്. ഈ കോമ്പിനേഷൻസിന്റെ പ്രത്യേകത എന്താണ്, കൺസ്യൂമർക്ക് ഒരേ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന കോമ്പിനേഷൻസ് ആണ് ഇൻഡിഫറൻസ് കർവിൽ കാണുക. അതായത് ഈ ഇൻഡിഫറൻസ് കർവിൽ കാണാൻ പോകുന്ന എല്ലാ കോമ്പിനേഷൻസും എന്താണ്, കൺസ്യൂമർക്ക് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ് നൽകുക. അപ്പൊ ഇവിടുത്തെ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കുക. ഇൻഡിഫറൻസ് കർവ് ആണ് ഇവിടെ നിങ്ങൾക്ക് ഗ്രാഫിൽ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവ് ഷെഡ്യൂളും റൈറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്.
അപ്പൊ ഇവിടെ ഡിഫറെന്റ് കോമ്പിനേഷൻ, ഈ ഒരു ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്നാണ് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കോൺവെക്സ് ഷേപ്പ് ആണ് വന്നിരിക്കുന്നത്. കോൺവെക്സ് ഷേപ്പിലാണ് ഇൻഡിഫറൻസ് കർവ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഡിഫറെന്റ് ആയിട്ടുള്ള പോയിന്റ്സ് കാണിച്ചിട്ടുണ്ട്. ഏതാണ്? എ, ബി, സി, ഡി ആൻഡ് ഇ എന്നുള്ളത്. അപ്പം എ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമ്പിനേഷനാ കാണിക്കുക. ഏതാണ്? എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി 1 യൂണിറ്റ്, അതായത് മാംഗോസ് എന്ന് പറയുന്നത് 1 യൂണിറ്റും വൈ കമ്മോഡിറ്റി ആയിട്ടുള്ള ഓറഞ്ചസ് 14 യൂണിറ്റും. അപ്പം ഏതാണ്? 1:40 എന്നുള്ള ആ ഒരു കോമ്പിനേഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ കോമ്പിനേഷന്റെ പ്രത്യേകത എന്താ? ബി കോമ്പിനേഷനിൽ തന്നിരിക്കുന്നത് ഇതേ ഒരു രണ്ട് കമ്മോഡിറ്റീസിന്റെ കോമ്പിനേഷൻ ഏതാണ്? 2 യൂണിറ്റ് എക്സും അതുപോലെ തന്നെ 9 യൂണിറ്റ് വൈയും, അല്ലെങ്കിൽ 2 യൂണിറ്റ് മാംഗോയും 9 യൂണിറ്റ് ഓറഞ്ചസും ആണ് കാണിച്ചിരിക്കുന്നത്. ഈ രണ്ട് കോമ്പിനേഷനും കൺസ്യൂമറെ അപേക്ഷിച്ച് എന്താണ്? സെയിം സാറ്റിസ്ഫാക്ഷനാ കൊടുക്കുക. അയാളുടെ സാറ്റിസ്ഫാക്ഷനിൽ ഈ കോമ്പിനേഷൻ ഒന്നും ഡിഫറൻസ് ഇല്ല. നമുക്ക് ഇവിടെ കാണാവുന്നത് ഇവിടുത്തെ ഓരോ കമ്മോഡിറ്റീസിന്റെയും നമ്പറിൽ, എമൗണ്ടിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഈ ഓരോ കോമ്പിനേഷനും കാണിക്കുന്ന എന്താണ്? കൺസ്യൂമറുടെ ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ് കാണിക്കുക. അപ്പം ഇവിടെ ഇൻഡിഫറൻസ് കർവിൽ കാണിച്ചിരിക്കുന്ന ഈ എല്ലാ പോയിന്റ്സും നിങ്ങൾ എടുത്താലും ഈ ഇൻഡിഫറൻസ് കർവിൽ ഉടനീളം കാണിച്ചിരിക്കുന്ന പോയിന്റ്സ് എന്താണ്? കൺസ്യൂമർക്ക് സെയിം സാറ്റിസ്ഫാക്ഷൻ ആണ് കൊടുക്കുക. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ കോമ്പിനേഷൻ എ തന്നിരിക്കുന്നത് നോക്കുക, 1 മാംഗോസും 14 ഓറഞ്ചസും ആണ് തന്നിരിക്കുന്നത്. ഇനി ബി കോമ്പിനേഷൻ ആണെങ്കിൽ 2 മാംഗോസും അതുപോലെ തന്നെ 9 ഓറഞ്ചസും ആണ് തന്നിരിക്കുന്നത്. ഇനി സി കോമ്പിനേഷനില് 3 മാംഗോസും 6 ഓറഞ്ചസും ആണ് തന്നിരിക്കുന്നത്. അപ്പം ഇൻഡിഫറൻസ് കർവിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഇറ്റ് ഈസ് കോമ്പിനേഷൻസ് ആണ്. അതായത് രണ്ട് കമ്മോഡിറ്റിയുടെ എക്സ് ആക്സിസിൽ ഒരു കമ്മോഡിറ്റി, വൈ ആക്സിസിൽ മറ്റൊരു കമ്മോഡിറ്റി, ഈ രണ്ട് കമ്മോഡിറ്റീസിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസിനെയാണ് ഇൻഡിഫറൻസ് കർവിൽ കാണിക്കുന്നത്. അപ്പൊ ഇൻഡിഫറൻസ് കർവിന്റെ ആ കോമ്പിനേഷൻസിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ കോമ്പിനേഷനും ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ് കൺസ്യൂമർക്ക് നൽകുക. അപ്പം ഇവിടെ നിങ്ങൾ ഈ ഡെഫിനേഷൻ പഠിച്ചു വെക്കുന്നതിനേക്കാളും ആ ഒരു മീനിങ് പഠിച്ചു വെക്കുക. അപ്പം എന്താണ് ഇൻഡിഫറൻസ് കർവ്? അതായത് കൺസ്യൂമർ ഇൻഡിഫറന്റ് ആണ്. ഈ ഇൻഡിഫറൻസ് കർവിലെ എല്ലാ പോയിന്റ്സിലും അല്ലെങ്കിൽ എല്ലാ കോമ്പിനേഷൻസിനോടും കൺസ്യൂമർ ഇൻഡിഫറന്റ് ആണ്. കൺസ്യൂമർക്ക് അറിയത്തില്ല ഇതിൽ ബെറ്റർ ഏതാണെന്നുള്ളത്. എന്താ? എല്ലാം ഈക്വലി പ്രിഫേർഡ് ആണ്, അല്ലെങ്കിൽ ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ് എല്ലാ കോമ്പിനേഷൻസും തരിക. അതുകൊണ്ടാണ് ഇതിനെ ഇൻഡിഫറൻസ് കർവ് എന്ന് വിളിക്കുക. അപ്പൊ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് കോൺവെക്സ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അപ്പൊ ഈ കോമ്പിനേഷൻസിനെ കാണിക്കുന്ന ഈ ടേബിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഡിഫറൻസ് കർവ് ഷെഡ്യൂൾ എന്ന് വിളിക്കുക. It is a locus of all points which shows different combination of two commodities yielding the same level of സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇൻഡിഫറൻസ് കർവിന്റെ ഡെഫിനിഷൻ ആണ്. അപ്പൊ നമ്മൾ പലപ്പോഴും ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്താ? ഈ ഡെഫിനിഷൻ മെമ്മറൈസ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഡെഫിനിഷൻ മെമ്മറൈസ് ചെയ്യുന്നതിനേക്കാളും അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾ മറന്നു പോവില്ല. ഇൻഡിഫറൻസ് കർവ് അല്ലെ, ഇറ്റ് ഈസ് ദി കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് that gives the consumer equal satisfaction. അതിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് വിളിക്കുക. അപ്പൊ ഇനി നമുക്ക് ഇൻഡിഫറൻസ് കർവിലെ മേജർ അസംഷൻസ് എന്തൊക്കെയാണെന്ന് പറയണം. അപ്പം ഈ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് നമ്മൾ പറഞ്ഞു ഓർഡിനറി യൂട്ടിലിറ്റിയിലെ അപ്രോച്ചിലാണ് വരിക എന്നുള്ളത്. അപ്പൊ നമ്മൾ കാർഡിനറി യൂട്ടിലിറ്റി പരിഗണിച്ചിരിക്കുന്ന സെർട്ടൈൻ അസംഷൻസ് എവിടെയും നമുക്ക് കാണാൻ പറ്റും, ഈ ഓർഡിനറി അപ്രോച്ചിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഏതൊക്കെയാണ് മുഴുവനായിട്ടുള്ള അസംഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റാഷണാലിറ്റി അല്ലെ. റാഷണാലിറ്റി നമ്മൾ ഓൾറെഡി കാർഡിനറി യൂട്ടിലിറ്റി അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്ത കൺസ്യൂമർ റാഷണൽ ആണ്. അതായത് അയാൾ എന്താണ്? ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള വേല, അല്ലെങ്കിൽ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഏതാണ് അയാളുടെ യൂട്ടിലിറ്റിനെ മാക്സിമൈസ് ചെയ്യാനാണ് ശ്രമിക്കുക. ഇനി ഇറ്റ് ഈസ് അസ്യൂംഡ് ഹി ഹാസ് ഫുൾ നോളജ് ഓഫ് ഓൾ റെലവന്റ് ഇൻഫർമേഷൻ. അപ്പം ഫുൾ ഇൻഫർമേഷൻ ആണ്. അതായത് ദർ ഈസ് നോ അസിമെട്രിക് ഇൻഫർമേഷൻ എന്ന് പറയും. നമ്മൾ ഫർദർ ഈ മാക്രോയും എൻവയോൺമെന്റും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ അസിമെട്രിക് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തെ. അതായത് ഇൻഫർമേഷൻ എല്ലാവർക്കും ഒരേ രീതിയിലല്ല മാർക്കറ്റിൽ ലഭിക്കുന്നതിന് ആ ഒരു പ്രോബ്ലത്തെയാണ് നമ്മൾ അസിമെട്രിക് ഇൻഫർമേഷൻ എന്ന് വിളിക്കുക. പക്ഷെ ഇവിടെ എന്താണ്? ഫുൾ ഇൻഫർമേഷൻ ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ ഒരേ രീതിയിലാണ് എല്ലാ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനും കൺസ്യൂമർക്ക് ലഭ്യമാണ്. ദെൻ അസംഷൻ ഓഫ് കണ്ടിന്യൂറ്റി, കണ്ടിന്യൂസ് അസംഷൻ ആണ്. അതായത് ഈ പറയുന്ന കൺസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ആണ്. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു മാംഗോ കഴിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താ അടുത്ത രണ്ടാമത്തെ മാംഗോ കഴിക്കുന്നുണ്ടെങ്കിൽ അതെന്താ ഉടനെ തന്നെ കഴിക്കല്ല, 2 ദിവസം കഴിഞ്ഞല്ല എന്ത് ചെയ്യുന്നത് ഈ മാംഗോ രണ്ടാമത് കഴിക്കാൻ പോകുന്നത്. അപ്പം ഈ അസംഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസംഷൻ ആണ്. ദെൻ നെക്സ്റ്റ് വൺ, യൂട്ടിലിറ്റീസ് ഓർഡിനൽ. ഇവിടെയാണ് കാർഡിനറി യൂട്ടിലിറ്റി അനാലിസിസിൽ നിന്നും ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത്. കാർഡിനറി യൂട്ടിലിറ്റി അനാലിസിസിൽ നമ്മൾ പറഞ്ഞു അവിടെ എന്തായിരുന്നു? അവിടെ ഫോക്കസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനെയാണ്, അല്ലെങ്കിൽ ന്യൂമറിക്കൽ മെഷർമെന്റിനെയാണ്. ഇവിടെ ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസിൽ എന്താ? യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു
ക്വാളിറ്റേറ്റീവ് മെഷർ ആണ്. അതിനെ ഒരിക്കലും ക്വാണ്ടിഫൈ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ റാങ്ക് ചെയ്യാൻ മാത്രമാണ് നടക്കുക. അപ്പം ഈ യൂട്ടിലിറ്റീസ് ഓർഡിനൽ എന്നുള്ളതാണ് നാലാമത്തെ അസംഷൻ ആയിട്ട് വരും. ഇനി അഞ്ചാമത്തെ എന്താണ്? നോൺ സറ്റാരിറ്റി അസംഷൻ, മോർ ഓഫ് ദി കമ്മോഡിറ്റി ടു ദി ലെസ് മോണോട്ടോണിക് പ്രിഫറൻസ്. അപ്പം ഇവിടെ നമ്മൾ കാർഡിന് യൂട്ടിലിറ്റി അനാലിസിസ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കണ്ടിരുന്നു. മാർജിൻ യൂട്ടിലിറ്റി 0 ആകുന്ന പോയിന്റിൽ കൺസ്യൂമറുടെ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആയിരിക്കും. ആ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആയിരിക്കുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സറ്റാരിറ്റി എന്ന് പറയുന്നത്, പോയിന്റ് ഓഫ് സറ്റാരിറ്റി അല്ലെങ്കിൽ പോയിന്റ് ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്ന് വിളിക്കുക. അപ്പം ഇവിടെ എന്താണ്, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിന് ശേഷം കാർഡിന് യൂട്ടിലിറ്റി അനാലിസിസ് കൺസ്യൂമറുടെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യാണ്. ടോട്ടൽ യൂട്ടിലിറ്റി കർവ് എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. മാർജിൻ യൂട്ടിലിറ്റി നെഗറ്റീവ് ആവുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ അർത്ഥം എന്തോ, അതിനുശേഷം കൺസ്യൂമർ എന്ത് ചെയ്യത്തില്ല, കൺസപ്ഷൻ നടത്തില്ലെന്നാ പറയുന്നത്. അല്ലെങ്കിൽ കൺസപ്ഷൻ നടത്തിയാൽ അതെന്താണ്? ഡിസ്യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യാന്ന് പറയാം. അപ്പൊ ഒരു പരിധി കൂടുതൽ കൺസ്യൂമർ എന്ത് ചെയ്യത്തില്ല, കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യില്ലെന്നുള്ളതായിരുന്നു കാർഡിന് യൂട്ടിലിറ്റി അസംഷൻ. പക്ഷെ ഇവിടെ ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസ് പറയുന്നതല്ല, അങ്ങനെ ഒരു പോയിന്റ് ഇല്ല. കൺസ്യൂമറെ അപേക്ഷിച്ച് കൺസ്യൂമർ ഓൾവേസ് ട്രൈ ചെയ്യുന്ന എന്താണ്? മാക്സിമം ആയിട്ട് കൺസ്യൂം ചെയ്യാനല്ല, മാക്സിമം കമ്മോഡിറ്റി കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും എന്താണ്, മോർ കമ്മോഡിറ്റീസ് ആണ് ലെസ്സിനേക്കാളും എന്ത് ചെയ്യാം, പ്രിഫർ ചെയ്യുക. എത്രമാത്രം കൂടുതൽ കിട്ടുമോ അത്രമാത്രം കൂടുതൽ കിട്ടാനാണ് ഒരു കൺസ്യൂമറെ അപേക്ഷിച്ച് കൺസ്യൂമറുടെ താല്പര്യം. ദ കൺസ്യൂമർ ഓൾവേസ് ടെൻഡ് ടു മൂവ് ടു ദി ഹയർ ഇൻഡിഫറൻസ് കർവ് സീക്കിംഗ് ഫോർ ഹയർ സാറ്റിസ്ഫാക്ഷൻ. അതായത് നമ്മളിപ്പോ ഒരു ഇൻഡിഫറൻസ് കർവ് കണ്ടു, ഇനി എന്താണ്, മറ്റ് റൈറ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ ഇൻഡിഫറൻസ് കർവ് കിട്ടും. അപ്പം ഹയർ ഇൻഡിഫറൻസ് കർവിലേക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് കൺസ്യൂമറുടെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ കൺസ്യൂമറുടെ ഇൻകം റെസ്ട്രിക്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഓൾവേസ് അയാള് ഹയർ ഇൻഡിഫറൻസ് കർവിലേക്ക് മൂവ് ചെയ്യാനാണ് ശ്രമിക്കുക. അതാണ് അഞ്ചാമത്തെ അസംഷൻ. ഇനി ആറാമത്തെ അസംഷൻ ഓഫ് കൺസിസ്റ്റൻസി. It is assumed that the consumer is consistent in his choice. That is, if in one period he chooses bundle A over B, he will not choose B over A in other period if both bundles are available to him. The consistency assumption may be symbolically written as follows: if A is greater than B and then B is never greater than A. അപ്പൊ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ട് ബണ്ടിൽസ് അല്ലെങ്കിൽ രണ്ട് കോമ്പിനേഷൻസ് കൊടുക്കുവാണ്. ഒരു കോമ്പിനേഷൻ എയും കോമ്പിനേഷൻ ബിയും. അപ്പൊ ഈ കോമ്പിനേഷൻ എ എന്ന് പറയുന്നതാണ് കൺസ്യൂമർ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ചൂസ് ചെയ്തത്. നമുക്കറിയാം ഈ രണ്ട് ബണ്ടിൽസും എന്താണ്, ഇൻഡിഫറൻസ് കർവിലാണെങ്കിൽ ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ് കൊടുക്കുക. അപ്പൊ ഒരു സിറ്റുവേഷനിൽ കൺസ്യൂമർ എന്ത് ചെയ്തു? ഈ എ എന്ന് പറയുന്ന കോമ്പിനേഷൻ ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇനി ഏത് സിറ്റുവേഷനിലും കൺസ്യൂമർക്ക് ഈ രണ്ട് കോമ്പിനേഷൻസ് കൊടുത്താലും കൺസ്യൂമർ ഏതേ ചൂസ് ചെയ്യത്തുള്ളൂ? എ ചൂസ് ചെയ്യുള്ളൂ. അതായത് കൺസ്യൂമറുടെ പ്രിഫറൻസിൽ എന്തായിരിക്കും? കൺസിസ്റ്റന്റ് ആയിരിക്കും. അപ്പം ഒരു പർട്ടിക്കുലർ ടൈമിൽ എ ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ മറ്റേ ഏത് സിറ്റുവേഷനിലും കൺസ്യൂമർ പ്രിഫർ ചെയ്യാൻ പോകുന്നത് ഏതായിരിക്കും? അല്ലെങ്കിൽ ഈ രണ്ട് കോമ്പിനേഷൻസ് വരുന്ന സിറ്റുവേഷൻസിലെല്ലാം എ തന്നെയായിരിക്കും ചൂസ് ചെയ്യുക. അതാണ് അസംഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന് വിളിക്കുക. ഇനി നെക്സ്റ്റ് വൺ, അസംഷൻ ഓഫ് ട്രാൻസിറ്റിവിറ്റി. It is assumed that consumers' choices are characterized by transitively. If bundle A is preferred to B and B is preferred to C, then bundle A is preferred to C. If A is greater than B and B is greater than C, then A is greater than C ആണ്. അപ്പം ഇവിടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാവുന്ന ഒരു രീതിയിലാണ് പറയുന്നത്. അതായത് ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ കൺസ്യൂമർക്ക് എയും ബി എന്ന് പറയുന്ന രണ്ട് കോമ്പിനേഷൻസ് കൊടുത്തു. അപ്പൊ ആൾ എന്ത് ചെയ്തു? എ ചൂസ് ചെയ്തു. ഇനി രണ്ടാമത്തെ സിറ്റുവേഷനിൽ ബിയും സി എന്ന് പറയുന്ന രണ്ട് കോമ്പിനേഷൻസ് കൊടുത്തു. അയാൾ എന്ത് ചെയ്തു? ബി ചൂസ് ചെയ്തു. ഇനി മൂന്നാമത്തെ സിറ്റുവേഷനിൽ എന്താ ചെയ്യുന്നത്? ആദ്യത്തെ എയും രണ്ടാമത്തെ സിയും കൊടുക്കുകയാണ്, എയും സിയും കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ അയാൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ ഏതായിരിക്കും? എ ആയിരിക്കും. കാരണം എയും ബിയും വെച്ചപ്പോ എന്തായിരുന്നു? എ ആയിരുന്നു ചൂസ് ചെയ്തത്. ബിയും സിയും വെച്ച് കഴിഞ്ഞപ്പോ ബി ആണ് ചൂസ് ചെയ്തത്. അപ്പൊ എയും സിയും വെച്ച് കഴിയുമ്പോൾ എന്താ ചൂസ് ചെയ്യാവുള്ളൂ? എ ചൂസ് ചെയ്യാവുള്ളൂ. അപ്പൊ ഈ ഒരു ബിഹേവിയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അസംഷൻ ഓഫ് ട്രാൻസിറ്റിവിറ്റി എന്ന് വിളിക്കുക. അതായത് കൺസ്യൂമറുടെ ചോയ്സസ് എന്തായിരിക്കും? ട്രാൻസിറ്റീവ്ലി ആയിരിക്കും അവിടെ പരിഗണിക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവ് അനാലിസിസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസംഷൻ ആണ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയാണ് നമുക്ക് ഇനി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. അതായത് ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുക. അപ്പം നമുക്ക് ഈ ഓർഡിനറി അനാലിസിസിൽ നമ്മൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി രണ്ട് ഇൻസ്ട്രുമെന്റ്സിനെ യൂസ് ചെയ്യാം. ഒന്ന് ഏതാണ്? ഇൻഡിഫറൻസ് കർവും മറ്റൊന്ന് ബഡ്ജറ്റ് ലൈനും. ഈ രണ്ട് ഇൻസ്ട്രുമെന്റ്സിനെ യൂസ് ചെയ്യാം.
അപ്പൊ ഈ രണ്ട് ഇൻസ്ട്രുമെന്റ്സിന്റെയും സ്ലോപ്പുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ടോട്ടൽ യൂട്ടിലിറ്റി കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മാർജിൻ യൂട്ടിലിറ്റി ആണ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. അപ്പം ഇവിടെ ഇതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പിനെയാണ് നമ്മൾ MRS എന്ന് വിളിക്കുക, MRS XY എന്ന് വിളിക്കുന്നത്. അപ്പം എന്താണ് MRS XY എന്നുള്ളത് അവിടെ പറയും. The margin rate of substitution of X for Y represent the amount of Y which the consumer has to give up for the gain of one additional unit of X so that his level of satisfaction remain the same. അപ്പം MRS XY എന്ന് പറയുന്നത് എന്താ? ഒരു അഡീഷണൽ യൂണിറ്റ് എക്സ് കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യാൻ എത്രമാത്രം Y കമ്മോഡിറ്റിനെ കൺസ്യൂമർ സാക്രിഫൈസ് ചെയ്യണം, ആ റേറ്റ് ഓഫ് സാക്രിഫൈസിനെ നമ്മൾ കാണിക്കുക. ഒരു അഡീഷണൽ യൂണിറ്റ് നമുക്കറിയാം MRS XY എന്നാ പറയുന്നത്. അപ്പം ഒരു അഡീഷണൽ യൂണിറ്റ് എക്സ് കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യാൻ എത്രമാത്രം Y കമ്മോഡിറ്റിനെ സാക്രിഫൈസ് ചെയ്യണം, ആ ഒരു റേറ്റിനെയാണ് നമ്മൾ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾ മാംഗോയും ഓറഞ്ചും, മാംഗോസ് ആണ് എക്സ് ആക്സിസ് തന്നിരിക്കുന്നത്, ഓറഞ്ചസ് ആണ് Y ആക്സിസ് തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ എ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ 1 യൂണിറ്റ് മാംഗോയും 14 യൂണിറ്റ് ഓറഞ്ചസ് വരിക. അപ്പൊ ഒരു അഡീഷണൽ യൂണിറ്റ് മാംഗോ കൺസ്യൂമർക്ക് കൺസ്യൂം ചെയ്യണം. അപ്പം അഡീഷണൽ യൂണിറ്റ് മാംഗോ കൺസ്യൂം ചെയ്യണമെങ്കിൽ കൺസ്യൂമർക്ക് എന്താ ഓറഞ്ചസിനെ സാക്രിഫൈസ് ചെയ്യാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇയാൾക്ക് അഡീഷണൽ യൂണിറ്റ് മാംഗോസിനെ കൊണ്ടുവരാൻ സാധിക്കത്തില്ല. ഇനി ഇതല്ലാത്ത സിറ്റുവേഷൻ, ഇനി ഓറഞ്ചസിനെ കുറയ്ക്കാതെ തന്നെ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം, ഇൻകം കൂടുവോ അല്ലെങ്കിൽ കൺസ്യൂമർക്ക് കൂടുതൽ റിസോഴ്സസ് കിട്ടിയാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ അസംഷൻ അനുസരിച്ച് കൺസ്യൂമറുടെ ഇൻകം കോൺസ്റ്റന്റ് ആണ്, അയാളുടെ ഇൻകം മുഴുവനായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു അഡീഷണൽ യൂണിറ്റ് മാംഗോനെ അല്ലെങ്കിൽ അഡീഷണൽ യൂണിറ്റ് എക്സ് കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യണമെങ്കിൽ ഇവിടെ നോക്കുക, എയിൽ നിന്ന് ബിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം കൺസ്യൂമർ എത്രയാണ്, ഏകദേശം 5 യൂണിറ്റ് ഓറഞ്ചസിനെ സാക്രിഫൈസ് ചെയ്തു അല്ലെ. അപ്പൊ അവിടുത്തെ സാക്രിഫൈസ് റേറ്റ് കണ്ടോ, ഒരു അഡീഷണൽ യൂണിറ്റ് എക്സിന് വേണ്ടി ഇനീഷ്യലി എയിൽ നിന്ന് ബിയിലേക്ക് വന്നപ്പം ഈ പറയുന്ന പോയിന്റിൽ നിന്ന് ബിയിലേക്ക്, എയിൽ നിന്ന് ബിയിലേക്ക് വന്നപ്പം എത്രയാണ്, 5 യൂണിറ്റ് ആണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു സാക്രിഫൈസ് റേറ്റിനെയാണ് നമ്മൾ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ MRS XY എന്ന് വിളിക്കുക. ഇനി ഈ MRS XY എന്നുള്ളത് തിരിച്ചു പറയാം, MRS YX എന്ന് പറയാം, MRS YX എന്ന്. ഇപ്പൊ MRS YX എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അഡീഷണൽ യൂണിറ്റ് Y കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യാൻ എത്രമാത്രം എക്സിനെ സാക്രിഫൈസ് ചെയ്യണം, അതാണ് MRS YX പറയാം. അപ്പൊ MRS XYയും YXും രണ്ട് മീനിങ് ആണ് തരിക, അത് മാറിപ്പോകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇവിടെ ഈ അസംഷനിൽ പറഞ്ഞിരിക്കുന്നത് ഈ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമിനിഷിംഗ് ആണെന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഡിമിനിഷിംഗ് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പൊ ഞാൻ ഈ ഓരോ പറഞ്ഞിരിക്കുന്ന അസംഷൻസിനെ ഒന്നുകൂടെ ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ റാഷണാലിറ്റി ആണ്, സെക്കൻഡ് വൺ എന്താണ്, ഫുൾ ഇൻഫർമേഷൻ ആണ്, ദെൻ അസംഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ്, ദെൻ ഫോർത്ത് വൺ ഓർഡിനറി യൂട്ടിലിറ്റി അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നത്, നോൺ സറ്റാരിറ്റി അസംഷൻ അല്ലെങ്കിൽ മോണോട്ടോണിക് പ്രിഫറൻസിനാണ് പ്രാധാന്യം കൊടുക്കുക, ദെൻ അസംഷൻ ഓഫ് കൺസിസ്റ്റൻസി, അസംഷൻ ഓഫ് ട്രാൻസിറ്റിവിറ്റി, ദെൻ ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ MRS XY എന്നുള്ളത് ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പിനെയാണ്, അതായത് ഒരു അഡീഷണൽ യൂണിറ്റ് എക്സ് കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യാൻ എത്രമാത്രം വൈനെ സാക്രിഫൈസ് ചെയ്യണം, ആ റേറ്റിനെയാണ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം ഈ MRS XY കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാം. ഈ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ, അതായത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു കർവിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് BD ഡിവൈഡ് ബൈ HD എന്നാ പറയാ, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിഫറൻസ് കർവിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് Y കമ്മോഡിറ്റിയാ അല്ലെങ്കിൽ ഓറഞ്ചസ് ആണ് ഇവിടെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് കമ്മോഡിറ്റി ആണ്, അതായത് മാംഗോസ് തന്നിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ സ്ലോപ്പ് MRS XY എന്ന് പറയുന്ന സ്ലോപ്പ് ആണ്. അപ്പൊ ആ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്താണ്, ഡെൽറ്റ Y ബൈ ഡെൽറ്റ എക്സ് ചെയ്താൽ മതി, ഡെൽറ്റ Y ബൈ ഡെൽറ്റ എക്സ്. അതല്ലെങ്കിൽ മൈനസ് മാർജിൻ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഡിവൈഡ് ബൈ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് Y, അതായത് ഓൾ ആണ്, ഇതിന് മുഴുവനുമാണ് ഈ മൈനസ് സൈൻ വരിക, അല്ലാതെ MU X മാത്രമല്ല മുഴുവനായിട്ടാണ് മൈനസ് സൈൻ വരിക. ഒരു ബ്രാക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. അപ്പം MRS XYയുടെ അല്ലെങ്കിൽ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് MRS XY ഏതാണ്, മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ XY, മാർജിൻ യൂട്ടിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഇക്വേഷൻ എന്താണ്, ഒന്നെങ്കിൽ ഡെൽറ്റ Y ബൈ ഡെൽറ്റ എക്സ്, അതല്ലെങ്കിൽ മൈനസ് അല്ലെങ്കിൽ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഡിവൈഡ് ബൈ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് Y. ആ ഒരു ഫോർമുലയും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. അപ്പം സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവിനെയാണ് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുക. അതിന്റെ ഇക്വേഷൻ ഡെൽറ്റ Y ബൈ ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ
mu x divided by mu y ആണ്. Okay, the diminishing marginal rate of substitution state that MRS decreases as one move down the standard convex shape curve which is indifference curve. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്ന മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഈ കോൺവെക്സ് ഷേപ്പ് ഉള്ള ഒരു ഇൻഡിഫറൻസ് കർവിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്താ? ഈ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഈ റേറ്റ് ഓഫ് സാക്രിഫൈസ് ഓരോ പോയിന്റ് കഴിയുമ്പോഴും എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. അതാണ് ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുക. നമ്മൾ ഓൾറെഡി എന്താണ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് കണ്ടു. അപ്പം ഈ കോൺവെക്സ് ഷേപ്പ് ഉള്ള ഇൻഡിഫറൻസ് കർവിന്റെ പ്രത്യേകത എന്താ? ഇവിടുത്തെ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് ആണ്. അതെന്താണെന്ന് ഞാൻ കാണിച്ചത്. ഈ എയിൽ നിന്ന് ബിയിലേക്ക് വരുമ്പോ എന്താ? ഒരു അഡീഷണൽ മാംഗോയ്ക്ക് വേണ്ടി ഇനിഷ്യലി 5 ഓറഞ്ചസിന് എന്ത് ചെയ്തു? സാക്രിഫൈസ് ചെയ്തു. 14 നിന്ന് 9 ആയി അല്ലെ? അപ്പം ഇവിടെ എന്താണ്? എയിൽ നിന്ന് ബിയിലേക്ക് വന്നപ്പം ഇവിടുത്തെ സാക്രിഫൈസ് റേറ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഇനി ബിയിൽ നിന്ന് സിയിലേക്ക് വന്നു ഒരു അഡീഷണൽ യൂണിറ്റ് മാംഗോസിന് വേണ്ടി രണ്ടാമത് അവിടെ സാക്രിഫൈസ്, ബിയിൽ നിന്ന് സിയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ സാക്രിഫൈസ് എത്രയായി? 3 ആയി. ഇനിഷ്യലി 5 ആയിരുന്നു, ഇവിടെ എന്തായി? 3 ആയി. ഇനി സിയിൽ നിന്ന് ഡിയിലേക്ക് വരുന്നു ഒരു അഡീഷണൽ യൂണിറ്റ് കൂടെ മാംഗോ കൺസ്യൂം ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഓറഞ്ചസിന്റെ സാക്രിഫൈസ് എത്രയായി? 6ൽ നിന്ന് 2 ആയി. അതായത് 2 ആണ് അവിടുത്തെ സാക്രിഫൈസ് വരെ. അപ്പം ഇനിഷ്യലി 5 സാക്രിഫൈസ് ചെയ്തായിരുന്നു എയിൽ നിന്ന് ബിയിലേക്ക് വന്നപ്പം. ബിയിൽ നിന്ന് സിയിലേക്ക് വന്നപ്പോൾ അത് 3 ആയി. സിയിൽ നിന്ന് ഡിയിലേക്ക് വന്നപ്പോൾ അത് എന്തായി? 2 ആയി. ഇനി ഡിയിൽ നിന്ന് ഇയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എന്തായി? 1.5 ആയി. അതായത് ഈ റേറ്റ് ഓഫ് സാക്രിഫൈസ് ഓരോ പോയിന്റ് കഴിയുമ്പോഴും ഡിമിനിഷിംഗ് ആണ്. അതിനെയാണ് ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുക. ഇത് ഈ ഒരു ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഫീച്ചർ വരാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് ഇത് കോൺവെക്സ് ഷേപ്പ് ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺവെക്സ് ആയതുകൊണ്ടാണ്. അപ്പൊ ഒരു കോൺവെക്സ് ഷേപ്പ് ഉള്ള ഇൻഡിഫറൻസ് കർവിന്റെ പ്രത്യേകത എന്താ? ഈ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് ആണ്. അത് ഓരോ പോയിന്റ് കഴിയുമ്പോഴും എന്താ? ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിഷ്യലി ഉണ്ടായിരുന്ന അതേ സാക്രിഫൈസ് അല്ല എല്ലാ പോയിന്റിലും വരാം. ഇനിഷ്യലി 5 ആയിരുന്നു, ദെൻ അത് 3 ആയി, 3ൽ നിന്ന് 2 ആയി, 2ൽ നിന്ന് 1.5 ആവുന്നു. അപ്പം ഈ റേറ്റ് ഓഫ് സാക്രിഫൈസ് ഓരോ പോയിന്റിലും ഡിമിനിഷ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഒരു കോൺവെക്സ് ഷേപ്പ് ഉള്ള ഇൻഡിഫറൻസ് കർവിന്റെ ഇൻഡിഫറൻസ് കർവില് ഈ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് ആണെന്ന് നമ്മൾ വിളിക്കാം. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, ഒന്ന് വായിച്ചു നോക്കാം. In the case of indifference curve of two goods x and y, as consumption of x increases, first option A, first MRS xy increases but later on MRS xy decreases. B option, MRS xy increases, C MRS xy decreases, and D MRS xy remain the same. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്താണ് ആൻസർ വരിക എന്നുള്ളത്. നമ്മളിപ്പോ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഇൻഡിഫറൻസ് കർവ്, നോർമൽ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺവെക്സ് ഷേപ്പ് ആണ്. അപ്പൊ കോൺവെക്സ് ഷേപ്പില് MRS xyക്ക് എന്താ സംഭവിക്കുക? MRS xy ഡിക്രീസിങ് ആണ്. MRS xy എന്താണ്? ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. ഓരോ റേറ്റ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ പോയിന്റ് കഴിയുമ്പോഴും സാക്രിഫൈസ് റെഡ്യൂസ് ചെയ്യണം. അപ്പൊ MRS xy ഡിക്രീസിംഗ് ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ, indifference curve map is a set of indifference curve. It depicts the complete picture of the consumer's preference. അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവുകളാണ്. അപ്പം ഒരു സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഡിഫറൻസ് കർവ് മാപ്പ് എന്ന് വിളിക്കുക. അപ്പൊ എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് കണ്ടു, ഇൻഡിഫറൻസ് കർവ് ഷെഡ്യൂൾ കണ്ടു, ഇപ്പൊ ഇവിടെ എന്താണ്? ഇൻഡിഫറൻസ് കർവ് മാപ്പ് കണ്ടു. ഇൻഡിഫറൻസ് കർവ് മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവുകളെ കാണിക്കുന്നതാണ് ഇൻഡിഫറൻസ് കർവ് മാപ്പ് എന്ന് പറയാം. ഓക്കെ, which of the following are the assumptions of ordinary utility analysis? അപ്പൊ ഓൾറെഡി നമ്മൾ ഇൻഡിഫറൻസ് കർവ് അനാലിസിന് അല്ലെങ്കിൽ ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിന്റെ അസംഷൻസ് കണ്ടിരുന്നു. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് നോക്കാം. ഓപ്ഷൻ എ, കൺസ്യൂമേഴ്സ് ആർ കൺസിസ്റ്റന്റ് ഇൻ ദെയർ പ്രിഫറൻസ്. കൺസ്യൂമേഴ്സ് ക്യാൻ മെഷർ ദ ടോട്ടൽ യൂട്ടിലിറ്റി received from any given basket of goods. Consumer preference follows transitivity. Consumer are non-satiated with respect to goods they comfort, and consumer are റാഷണൽ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കോമ്പിനേഷൻ ചൂസ് ചെയ്യാനാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ചൂസ് ചെയ്യാനാണ്. 3 നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പൊ 1 by 1 ആയിട്ട് നമ്മൾ ഓരോന്നിലേക്ക് വരാം. കൺസ്യൂമേഴ്സ് ആർ കൺസിസ്റ്റന്റ് ഇൻ ദയർ പ്രിഫറൻസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞത് എന്താണ്? കൺസിസ്റ്റൻസി അല്ലെ? മൂന്നാമത്തെ അസംഷൻ ആയിരുന്നു കൺസ്യൂമേഴ്സ് എന്താണ്? മൂന്നാമത്തെ അസംഷൻ എന്താണ്? കണ്ടിന്യൂസ് ആയിരുന്നു. 4ാമത്തെ അസംഷനിലാണ് നമ്മൾ കണ്ടത് കൺസിസ്റ്റന്റ് ആണെന്ന് പറയുന്നത്. അതായത് എയും ബിയും ഒരു കൺസ്യൂമർക്ക് ഒരു സിറ്റുവേഷനിൽ കൊടുത്തപ്പം കൺസ്യൂമർ എ ആണ് പ്രിഫർ ചെയ്തത്. ഇനി ഏതൊരു സിറ്റുവേഷനിൽ ഈ 2 കോമ്പിനേഷൻ കൊടുത്താലും കൺസ്യൂമർ ഏതേ പ്രിഫർ ചെയ്യത്തുള്ളൂ? എ പ്രിഫർ ചെയ്തത്. അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്.
ഇനി കൺസ്യൂമർ ക്യാൻ മെഷർ ദ ടോട്ടൽ യൂട്ടിലിറ്റി റിസീവ് ഫ്രം എനി ഗിവൺ ബാസ്കറ്റ് ഓഫ് ഗുഡ്. അതായത് ടോട്ടൽ യൂട്ടിലിറ്റിനെ മെഷർ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റിനെ മെഷർ ചെയ്യാൻ സാധിക്കണം അതെന്തായിരിക്കണം? ക്വാണ്ടിറ്റേറ്റീവ്, അഡിക്റ്റീവ് ആയിരിക്കണം. ഈ അഡിക്റ്റീവ് ആണ് ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസ് അല്ല. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് റാങ്ക് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഓർഡർ ചെയ്യാനേ സാധിക്കില്ല. ഒരിക്കലും ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ സാധിക്കത്തില്ല ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ബി എന്ന് പറയുന്ന ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യത്തില്ലേ? ടോട്ടൽ യൂട്ടിലിറ്റിനെ നിങ്ങൾക്ക് കിട്ടണ യൂട്ടിലിറ്റി അഡിക്റ്റീവ് ആണ്. യൂട്ടിലിറ്റി അഡിക്റ്റീവ് ആകുന്ന പറഞ്ഞാൽ അത് എവിടെയാണ്? കാർഡിന്റെ യൂട്ടിലിറ്റി അനാലിസിസിലാണ്, ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസിലല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. സെക്കൻഡ് വൺ പറഞ്ഞത് തെറ്റാണ്. ഇനി കൺസ്യൂമർ പ്രിഫറൻസ് ഫോളോ ട്രാൻസിറ്റിവിറ്റി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇഫ് എ ഇസ് ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ബി ഇസ് ഗ്രേറ്റർ ദാൻ സി ദെൻ എ ഇസ് ഗ്രേറ്റർ ദാൻ സി എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ അസംഷനെയാണ് ട്രാൻസിറ്റിവിറ്റി എന്ന് വിളിക്കുക. ഇനി കൺസ്യൂമർ ആർ നോൺ സാറ്റിസ്ഫൈഡ് വിത്ത് റെസ്പെക്ട് ടു ഗുഡ്സ് ദേ കംഫോർട്ട്. എക്സാക്ട്ലി കറക്റ്റ്. നോൺ സാറ്റിസ്ഫൈഡ് അസംഷൻ അല്ലെങ്കിൽ മോണോട്ടോണിക് പ്രിഫറൻസ് നമ്മൾ പറഞ്ഞില്ലേ, അതിനെയാണ് ഫോർത്ത് വൺ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതും റൈറ്റ് ആണ്. ഇനി ലാസ്റ്റ് വൺ, കൺസ്യൂമേഴ്സ് ആർ ഇറാഷണൽ. അല്ല, കൺസ്യൂമേഴ്സ് ആർ റാഷണൽ എന്നാണ് നമ്മൾ പറയുക. അപ്പം ഇവിടുത്തെ ബിയും ഇയും തെറ്റാണ്. അപ്പൊ ബിയും ഇയും കളഞ്ഞു കഴിഞ്ഞാൽ എ സി ഡി വരുന്ന ഓപ്ഷൻ ഏതാണ്? സി ആണ് റൈറ്റ് ആയിട്ട് വരിക. അപ്പൊ ഇവിടെ നോക്കുക, ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുന്ന കഴിയുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആക്ച്വലി ഏതൊക്കെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന. ചില സമയത്ത് നിങ്ങൾക്ക് കൂടുതലും ചാൻസ് എന്ന് പറയുന്നത് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം കൺഫ്യൂഷൻസ് വരാൻ, തെറ്റാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളെ എലിമിനേറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും കുറച്ച് വൈസ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ നിങ്ങൾ എത്തിപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ട്രിക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. അപ്പം റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പൊ നെക്സ്റ്റ് വൺ നമുക്ക് കാണേണ്ടത് ഈ ഇൻഡിഫറൻസ് കർവുകളുടെ പ്രോപ്പർട്ടീസ് ആണ്. എന്തൊക്കെയാണ് മേജർ ആയിട്ട് ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് വരിക എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ, ഇൻഡിഫറൻസ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ് ടു ദി റൈറ്റ്. നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ് അല്ലെ. നമ്മൾ ഏതാണ് ഓൾറെഡി ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് നമ്മൾ കണ്ട എന്താണ്? ഒരു നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് വരിക. അപ്പൊ ദിസ് മീൻസ് ദാറ്റ് വെൻ ദ എമൗണ്ട് ഓഫ് വൺ ഗുഡ് ഇൻ ദി കോമ്പിനേഷൻ ഈസ് ഇൻക്രീസ് ദി എമൗണ്ട് ഓഫ് അതർ ഗുഡ് ഈസ് റെഡ്യൂസ്ഡ്. മാർ ദ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെ അത് കാണിക്കുക. അപ്പം ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് ഏതാണ്? നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ്, ഒരു ഏതാണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ് ഇൻഡിഫറൻസ് കർവ്. ഇനി നെക്സ്റ്റ് വൺ, ഇൻഡിഫറൻസ് കർവ് ആർ കോൺവെക്സ് ടു ദി ഒറിജിൻ അല്ലെ. ഓൾറെഡി പറഞ്ഞു നോർമൽ ഇൻഡിഫറൻസ് കർവ് എന്താണ്? കോൺവെക്സ് ഷേപ്പ് ആണ് വരുന്നത്. ഈ കോൺവെക്സ് ഷേപ്പിന്റെ പ്രത്യേകത എന്താ? മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് ആണ്. ഓരോ പോയിന്റ് കഴിയുമ്പോഴും അവിടുത്തെ റേറ്റ് ഓഫ് സാക്രിഫൈസ് എന്താണ്? ഡിമിനിഷിംഗ് ആണ്. അപ്പം കോൺവെക്സ് ഷേപ്പ് ആണ് ഇൻഡിഫറൻസ് കർവിന് വരിക. ഇനി ഇൻഡിഫറൻസ് കർവ് കനോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. അതായത് ഇന്റർസെക്ഷനോ ടാൻജൻസിയോ നടക്കില്ല. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഏതാണ്? ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവില്ല. ഒരു രണ്ട് ഡിഫറൻസ് കർവുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ക്രോസ് ചെയ്ത് പോവില്ല. ഇനി അതുപോലെ ടാൻജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്ന ആ ഒരു കാര്യത്തെയാണ് നമ്മൾ ടാൻജൻസി എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡിഫറൻസ് കർവ് ടാൻജൻസി ചെയ്യോ അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യോ ചെയ്യില്ല. ഇവിടെ എന്താണ്? ഇവിടെ ഇൻഡിഫറൻസ് കർവ് എപ്പോഴും സെപ്പറേറ്റ് ആയിരിക്കും ഓരോന്നിരിക്കുക. ഇനി ഇൻഡിഫറൻസ് കർവ് ആർ നോട്ട് നെസസറി പാരലൽ ടു ഈച്ച് അതർ. ഈ രണ്ട് ഇൻഡിഫറൻസ് കർവ് എക്സാക്ട്ലി പാരലൽ ആയിട്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ ചില സമയത്ത് നമുക്ക് വന്നാൽ ഇവിടെ കോൺവെക്സ് ഷേപ്പ് വന്ന പോലെ ഇത് പാരലൽ ആയിട്ട് വരാൻ ചാൻസ് ഒന്നും ഇല്ല. പാരലൽ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇന്റർസെക്ട് ചെയ്യാതെ ടാൻജൻസ് ചെയ്യാതെ ഇരുന്നാൽ മതി. അല്ലാതെ എങ്ങനെ ഇൻഡിഫറൻസ് കർവ് വന്നാലും അത് ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ്. ഓക്കെ, ദെൻ ദ ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് ഇൻഡിഫറൻസ് കർവ് ആണ്, IC1, IC2, IC3. അപ്പൊ ഈ മൂന്ന് ഇൻഡിഫറൻസ് കർവില് കൺസ്യൂമർക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന IC3 ആണ്. IC3 ആണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നത്. പക്ഷെ നമുക്കറിയാം പലപ്പോഴും നമ്മുടെ ഇൻകം റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് നമ്മളെ പല കാര്യങ്ങൾ അല്ലെ. കൺസ്യൂമറെ അപേക്ഷിച്ച് കൺസ്യൂമർക്ക് ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ നിങ്ങൾ ഇൻഡിഫറൻസ് കർവ് കാണിക്കുമ്പോൾ ഇവിടെ ഒരു കൺസ്യൂമർക്ക് ബൈ ചെയ്യാൻ സാധിക്കുന്നതിനെ അല്ല ഇൻഡിഫറൻസ് കർവ് കാണിക്കുക. കൺസ്യൂമർക്ക് ഒരേ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന കോമ്പിനേഷൻ ആണ് കാണിക്കുക. അപ്പൊ ഹയർ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് എപ്പോഴും ഹയർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അപ്പൊ ഈ ഹയർ സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം? അത് അറ്റൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഹയർ ഇൻഡിഫറൻസുകൾ അറ്റൈൻ ചെയ്യണമെങ്കിൽ അത് അറ്റൈൻ ചെയ്യാനുള്ള ഇൻകം കൂടി ഉണ്ടാകണം. അതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് ലൈൻ എന്ന് വിളിക്കുക. അപ്പൊ ബഡ്ജറ്റ് ലൈൻ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി ആ ഇൻഡിഫറൻസ് കർവ് കനോട്ട് ടച്ച് ഈച്ച് ആക്സിസ്. അപ്പൊ ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും രണ്ട് ആക്സിസിൽ ഒരു ആക്സിസിനെ എന്ത് ചെയ്യത്തില്ല, ടച്ച് ചെയ്യത്തില്ല. അത് രണ്ടും ഏതായിരുന്നു? ഇൻഡിഫറൻസ് കർവ് മാറിയാണ് ഇരിക്കുക. ഒരിക്കലും രണ്ട് ആക്സിസിലും എന്ത് ചെയ്യത്തില്ല, ഇൻഡിഫറൻസ് കർവ് ടച്ച് ചെയ്തില്ല. IC2 നോക്കുക, Y ആക്സിസ് ടച്ച് ചെയ്തിട്ടുണ്ട്. IC1 ഏതാണ്? X ആക്സിസ് ടച്ച് ചെയ്തു. ഇങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല,
ഇൻഡിഫറൻസ് കർവ് ടച്ച് ചെയ്യില്ല. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താ, ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗുഡ് എന്താവും, സീറോ ആവും. അങ്ങനെ ഒരിക്കലും സീറോ ആകില്ല. നമ്മൾ ഇൻഡിഫറൻസ് കർവിൽ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് ആ കാണിക്കുക. അതുകൊണ്ട് ഇൻഡിഫറൻസ് കർവ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് സീറോ ആവും. അങ്ങനെ സീറോ ആവുന്ന സിറ്റുവേഷൻ വരത്തില്ല. കൺസ്യൂമർ ഓൾവേസ് എന്തായിരിക്കും, കോമ്പിനേഷൻ ആയിരിക്കും ചൂസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏതാണ്, രണ്ട് ആക്സിസിലും ഇൻഡിഫറൻസ് കർവ് ടച്ച് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മേജർ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ? Indifference curve slope downward from left to right. Indifference curve slope downward from right to left. Indifference curve are convex to the point of origin of the two axes. And indifference curve never intersect each other. അപ്പൊ ഇവിടെ നിങ്ങളോട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഏതൊക്കെയാണ് കോമ്പിനേഷൻസ് ആ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ 1 by 1 ആയിട്ട് നമ്മൾ ഓരോന്നിലേക്ക് വരാം. ഇൻഡിഫറൻസ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെ, നമുക്കറിയാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് കിടക്കുക. അതുകൊണ്ട് തന്നെ ഏതാണ് ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ്, നമ്മൾ പറഞ്ഞ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ദെൻ ഇൻഡിഫറൻസ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണോ? അല്ല, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കല്ല, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് കിടക്കുക. അതുകൊണ്ട് സെക്കൻഡ് വൺ തെറ്റാണ്. ഇൻഡിഫറൻസ് കർവ് ആർ കോൺവെക്സ് ടു ദി പോയിന്റ് ഓഫ് ഒറിജിൻ ഓഫ് ദി ടു ആക്സിസ്. എക്സാക്ട്ലി കറക്റ്റ് ആണ്, കോൺവെക്സ് ഷേപ്പ് ആണ്. കോൺവെക്സ് ഷേപ്പ് വരാനുള്ള മേജർ റീസൺ എന്താണ്, ഈ ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇൻഡിഫറൻസ് കർവ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. എക്സാക്ട്ലി കറക്റ്റ്. രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ എന്ത് ചെയ്യത്തില്ല, ഇന്റർസെക്ട് ചെയ്യത്തില്ല. അപ്പം ബി മാത്രമാണ് തെറ്റ് വരിക. എ ശരിയാണ്, സി ശരിയാണ്, ഡി ശരിയാണ്. അപ്പം എ സി ഡി റൈറ്റ് ഓപ്ഷൻ എന്താണ്, എ സി ഡി എന്ന് പറയുന്ന റൈറ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയി. എ സി ഡി ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, സി ആണ്. അപ്പൊ ആ ഇൻഡിഫറൻസ് കർവിന്റെ കാര്യങ്ങളാണ്, ആ ഷേപ്പുകൾ പഠിക്കാൻ വേണ്ടിയുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി വിച്ച് one of the following is not the basic property of the indifference curve? Again, property ne patiya. Indifference curve have a negative slope. Indifference curve indifference curve of imperfect substitutes are concave to the origin. Indifference curve do not intersect nor they are tangent to another. Upper indifference curve indicate higher level of satisfaction. അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് നോക്കുക. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ഏതാ, ഇവിടെ തെറ്റായിട്ടുള്ളത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ ഇത് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അടുത്തൊരു പോർഷനോടെ നമ്മൾ ടൈപ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവൂടെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും ഇത് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതിന്റെ ആൻസർ എന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കാം. ഫസ്റ്റ് വൺ, ഇൻഡിഫറൻസ് ഹാവ് എ നെഗറ്റീവ് സ്ലോപ്പ്. എക്സാക്ട്ലി നമ്മൾ പഠിച്ച കാര്യം, നെഗറ്റീവ് സ്ലോപ്പ് ആണ്, അത് റൈറ്റ് ആണ്. ദെൻ ഇൻഡിഫറൻസ് കർവ് ഓഫ് ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആർ കോൺകേവ് ടു ദി ഒറിജിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ എന്താ ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്നുള്ളത് കാണണം. കോൺകേവ് ഷേപ്പ് എങ്ങനെയാ വരിക എന്നുള്ളത് ഡിസ്കസ് ചെയ്യണം. അപ്പൊ അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നതാണ്, ഈ ടൈപ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ, തൽക്കാലം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നോക്കാം. ഇനി മൂന്നാമത്തെ, ഇൻഡിഫറൻസ് കർവ് ഡു നോട്ട് ഇന്റർസെക്ട് നോർ ആർ ദേ ടാൻജന്റ് ടു അതർ. എക്സാക്ട്ലി കറക്റ്റ് ആണ്, നമ്മൾ നേരത്തെ കണ്ട ടാൻജൻസിയോ ഇന്റർസെക്ഷനോ വരില്ല. അപ്പൊ അതും റൈറ്റ് ആണ്. ഇനി അപ്പർ ഇൻഡിഫറൻസ് കർവ് ഇൻഡിക്കേറ്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. എക്സാക്ട്ലി കറക്റ്റ് ആണ്. ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടി ഹയർ ഇൻഡിഫറൻസ് കർവ് ആണ് ഹയർ സാറ്റിസ്ഫാക്ഷൻ വരിക. നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് അല്ലാത്ത ചൂസ് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കറക്റ്റ് ആയത് അറിയില്ല ഏതൊക്കെയാണ്. എ കറക്റ്റ് ആണ്, സി കറക്റ്റ് ആണ്, ഡി കറക്റ്റ് ആണ്. അപ്പൊ ഒബ്വിയസ്ലി ഏതായിരിക്കും ഇൻകറക്റ്റ്? ബി ആയിരിക്കും ഇൻകറക്റ്റ് വരിക. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പം ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഇതാണ് നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എക്സാക്ട്ലി അതേപടി ക്വസ്റ്റ്യൻ വരണമെന്നില്ല. പക്ഷെ നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷനിൽ നിന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇവിടെ ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് കോൺകേവ് ഷേപ്പ് വരുന്ന എപ്പോഴാണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൊണ്ട് ഇതിൽ ആൻസറിൽ എത്താൻ പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എക്സാം ഹോളിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പഠിച്ച കാര്യങ്ങളെ യൂസ് ചെയ്തുകൊണ്ട്. നിങ്ങൾക്ക് അറിയില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ആൻസറിലേക്ക് എത്താവുന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എയും സിയും ഡിയും നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതറിയാം. അപ്പൊ അത് 3 കറക്റ്റ് ആണ്. അങ്ങനെ ആകുമ്പോൾ ഒബ്വിയസ്ലി ആൻസർ ഏതായിരിക്കും? ബി ആയിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി ദ കോൺവെക്സ് ഷേപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ആർ എക്സ്പ്ലെയിൻഡ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്, ഇൻകം എഫക്ട്, പ്രൈസ് എഫക്ട്, നൺ ഓഫ് ദീസ്. അപ്പൊ ഈ കോൺവെക്സ് ഷേപ്പ് വരാനുള്ള റീസൺ എന്താണ്? നമുക്കറിയാം കോൺവെക്സ് ഷേപ്പിൽ കാണിക്കുന്ന MRSXY ആണ്. അതായത് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് XY. അതായത് ഒരു അഡീഷണൽ യൂണിറ്റ് എക്സ് കമ്മോഡിറ്റി വേണ്ടി എത്രമാത്രം വൈനെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നു അതല്ലേ കാണിക്കുക. അപ്പം ഒരു എക്സിന് വേണ്ടി, ഒരു അഡീഷണൽ എക്സിന് വേണ്ടി നിങ്ങൾ എത്ര
വൈ സാക്രിഫൈസ് ചെയ്യുന്നത്? അവിടെ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക? ഈ രണ്ട് കമ്മോഡിറ്റിയുടെ എമൗണ്ട്സ് തമ്മിലുള്ള അല്ലെങ്കിൽ ഈ രണ്ട് കമ്മോഡിറ്റിയിൽ തമ്മിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക. അപ്പം എന്താണ് ഈ കോൺവെക്സ് ഷേപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ് ഇൻഡിഫറൻസ് കർവിലെ ഈ ഒരു കോൺവെക്സ് ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മേജർ ആയിട്ട് ഫോക്കസ് ചെയ്തത് ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസിലെ ഇൻഡിഫറൻസ് കർവിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ഇൻഡിഫറൻസ് കർവ്? ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസിലെ അസംഷൻസ് എന്തൊക്കെയാണ്, പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ഒരു സെഷൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അവിടെ ടൈപ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ പറയുന്ന ബഡ്ജറ്റ് ലൈനെ കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.